ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വീട്ടിലുണ്ട് കേട്ടോ. വർക്കിന് പോയിരുന്നു. രാവിലെ ഞാൻ വീഡിയോ എടുത്തില്ല. സംഭവം കുറേ വീഡിയോസ് ഇടാനുള്ളതായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഉള്ള ഒരു ഇതല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന്, അതുപോലെ വർക്കിന് പോകാൻ താമസിച്ചതുകൊണ്ട് പെട്ടെന്ന് പിടച്ചടിച്ച് പോകുമായിരുന്നു. അപ്പോൾ രാവിലെ വീഡിയോ എടുക്കാനൊന്നും ഒട്ടും സമയം കിട്ടിയില്ല. അങ്ങനെ ഞാൻ വർക്കിന് പോയപ്പോൾ സുഹൃത്തുക്കളെ, മഴയെന്ന് പറഞ്ഞാൽ അമ്മാതിരി മഴ. അപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞു വർക്കില്ല, തിരിച്ച് വീട്ടിൽ പോകൂ. അങ്ങനെ ഞാൻ തിരിച്ച് നമ്മുടെ ജിമ്മിനടുത്ത് എത്തിയപ്പോൾ വീണ്ടും മഴയായി. മഴ തോന്നുന്ന സമയത്ത് ഞാൻ സൈറ്റിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന വഴി ജിമ്മിനടുത്ത് എത്തിയപ്പോൾ മഴ വീണ്ടും തോർന്നല്ല, മഴ വീണ്ടും പെയ്തു. അങ്ങനെ ഞാൻ നേരെ ജിമ്മിൽ കയറി ബൈസെപ്സും ലാറ്റിനും വർക്കൗട്ട് ചെയ്തു. എന്നിട്ട് നേരെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഒരുത്തി അവളുടെ കലാവിരുതുകൾ എന്തേലും അവിടെ കുറുക്ക് കുടിക്കുന്ന പണികളാണ്. നോക്കട്ടെ, കുറുക്ക് കുടിക്കാൻ വയ്യ നിനക്ക്? ഇന്ന് വീട്ടിൽ എന്തു പറ്റി? അപ്പോൾ എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ട്. എനിക്ക് ഒരു ലോഡ് പണി തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ ഒരു ലോഡ് തുണി വീണ്ടും കിടപ്പുണ്ട്. മഴ ആയതുകൊണ്ട് പുള്ളിക്കാരി ഒന്നും കഴുകിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ ഉള്ളതുകൊണ്ട് ഇന്ന് അലക്കാണ് വീണ്ടും. അപ്പോൾ ഇന്ന് അലക്ക് പറ്റുമെന്നുണ്ടെന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ സാധനങ്ങളൊന്ന് വെട്ടി വൃത്തിയാക്കി വെള്ളം ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ മേലെ നിന്നുള്ള ഒരുപാട് വേസ്റ്റുകൾ വന്ന് അടിയുന്നുണ്ട് അവിടെ. അത് ഞാൻ ഉറപ്പ് പറയുന്നില്ല, നോക്കട്ടെ. എന്തോന്ന് സമയം കിട്ടുന്നുണ്ടോ? എനിക്ക് ഉറങ്ങണ്ടേ. ഇന്ന് ഞാൻ ഉറങ്ങാതെ ചെയ്യാനാണ് പ്ലാൻ. നോക്കട്ടെ, ഇപ്പോഴും ഞാൻ ഉറപ്പ് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ആദ്യം തുണി കഴുകാം. ആദ്യം തുണിയെല്ലാം കഴുകി അലക്കി ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്യണം? പാത്രം കഴുകണം അല്ലേ? പിന്നെ പാത്രം കഴുകണം. പിന്നെ കുറേ വെള്ളം കോരി വയ്ക്കാനുണ്ട്. വെള്ളം കോരി എല്ലാം സ്റ്റോക്ക് ചെയ്ത് വയ്ക്കണം. അതൊക്കെയാണ് ഇന്നത്തെ വർക്കുകൾ എനിക്ക് തന്നിരിക്കുന്നത്. പണിയുണ്ടായാൽ മതിയായിരുന്നു. അതുപോലെ ഇന്ന് നൈറ്റ് ഇത്തിരി വർക്കുണ്ട് കേട്ടോ. നൈറ്റ് എന്തായാലും വർക്കിന് പോവും. അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ ദൗത്യത്തിലോട്ട് കിടക്കട്ടെ സുഹൃത്തുക്കളെ. ഇത്രയും തുണികളുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറവാണ് തുണി. അപ്പോൾ എന്തായാലും തോട്ടിൽ നല്ല വെള്ളമായി. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ തവണത്തെ ഒഴുക്ക് മാറിയിട്ട് നല്ല വൃത്തിയുള്ള വെള്ളമായി. അപ്പോൾ നേരെ തോട്ടിലോട്ട് പോകണം. തോട്ടിൽ കൊണ്ട് കഴുകാം. വെള്ളം കിടന്ന് കോരണ്ട. ഇവിടെ പട്ടിയെ കാണാൻ വന്നതാണ്. അവിടെ കിടക്കുന്നു പട്ടി. അവിടെ പട്ടി കിടക്കുന്ന. എവിടെ പട്ടിയോടെ? പട്ടി എവിടെ? പട്ടി? അമ്മച്ചിയുടെ പിറക്കേ നടന്ന് പോവേണ് കേട്ടോ. സംസാരം കേട്ട് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ വരും. പോയാണ് അമ്മച്ചീനെ സഹായിച്ചാണിപ്പോ. ചെല്ല് പാറു. ഇനി വാ, നടന്ന് വാ, വീഴാതെ വാ. ഞേട്ട് നടന്നൊന്നാണ് നോക്കട്ടെ, കൊള്ളാവോ നോക്കട്ടെ, നടത്താൻ കൊള്ളാവോ നോക്കട്ടെ. അന്തര കയ്യില് അയ്യോ, അതെന്തേലും ഉടുപ്പില്? ഉടുപ്പിൽ എന്തേലും ഇത്? ഉടുപ്പിൽ എന്തേലും പറ്റി? പറ്റിയത്? അടിക്കുന്ന
ഫാറൂസേ ചാടി കയറണം. ചാടി കയറിയാണ് പറ, ചാടി കയറിയാണ്. ചാടി കയറി, ചാടി കയറി. എന്തിനു തിന്നുന്ന? എന്തിനടി തിന്നുന്ന ഫാറൂസേ? എന്തിനു തിന്നുന്നു? അച്ഛതറ തുണി കഴുകാൻ പോയില്ല കേട്ടാ, തുണി കഴുകാൻ പോയില്ല ഇതുവരെ. തുണി തോനെ കിടക്കുന്നു കഴുകാൻ. ചവിട്ടി ചവിട്ടി അവളെ തലയിൽ കയറാൻ പോവുകയാണ്. ഓ ഓ അയ്യോ, എന്നാണ് കൊല്ലുന്നേ? അടി അടി ഞാൻ അടിക്കാൻ പറയുന്ന അമ്മ. അടി പാവല്ലേ പാറു? അയ്യോ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ. മതിയാ? ഇതിനാണോ നീ ചാടി കയറിയത്? ഇതിനാണോ നീ ചാടി കയറിയത്? അല്ല അല്ല അല്ല, ഇത് കൊണ്ട് കൊണ്ട് അതിലൂടെ ഇങ്ങോട്ട് നീക്കി വെച്ചോളൂ. ഇതില്ല മണ്ടേ കയറാൻ പോണ. നീ എന്തിനാ നമ്മള് പറ, ഇതെന്തിന് ഇന്റെ ഇടയിൽ കൂടെ കയറാം? ശ്രദ്ധ മാറ്റി. ഒരാള് ചോറ് തിന്നുന്ന കാഴ്ചയാണ്. വാരി കൊടുത്താ വേണ്ട. ചോറിന് എത്തി കൊന്നു.
പാറുവിൻ്റെ അച്ഛൻ തുണി കഴുകാനായിട്ട് പോകുന്നു. രാവിലെ കഴിവിടുമെന്ന് പറഞ്ഞാണ്. ഇതുവരെയായിട്ട് നേരം വെളുത്തില്ല. ഇപ്പോഴാണ് നേരം വെളുത്തത്. നമ്മളും അങ്ങോട്ട് വരട്ടെ, വെള്ളത്തിലേക്ക്. നമ്മളും വെള്ളത്തിലേക്ക് വരട്ടെ എന്ന്. നമ്മൾ തോട്ടിലേക്ക് ഇറങ്ങുകയാണ്, ഞാനും എൻ്റെ പാറു. വാവ്, നല്ല വെള്ളം. അവിടെ നിന്ന് അടിയായിരുന്നു, തുണിയൊക്കെ നനച്ച് നോക്കി. പാറു നോക്കണുണ്ടോ? അയ്യോ വെള്ളം. വരണ്ടേയിരുന്നു, തുണി നനഞ്ഞു പോകുന്നു. തീരാറായ ആദ്യം പാറുവിൻ്റെ എല്ലാം കഴുകി തീർക്കണം. ഏറ്റവും കൂടുതലുള്ള പാറുവിൻ്റെയാണ്. കൊച്ച് കൊച്ചിന് കയ്യിലിരിപ്പില്ല. അത് കഴുകി തീർത്ത പണി തീർന്നു. നീ ഇവിടെ ഇടിവെള്ളത്തിലൊന്നും കളിക്കുന്നുണ്ടായിരുന്നു. ഇറക്കടി, അങ്ങനെയല്ല പറഞ്ഞത്, ഇറക്കി പഠിപ്പിക്ക. ഇപ്പൊ ആർക്കുള്ളതാണ്? അല്ലാത്ത കറുപ്പ് വേലിയുണ്ട് രണ്ടെണ്ണം, അത് മാറ്റണേ. ഇപ്പൊ ആർക്കുള്ളതാണ് കഴുകുന്നത്? ഇപ്പൊ ആർക്കുള്ളതാണ്? എന്റെ ഇതിലേ ഞാൻ വേലക്ക് ഉടുക്കുന്ന കറുപ്പ് വേലി അല്ലാതെ വേറെ കൈലിയുണ്ട്. ശബരിമലയിൽ പോവാൻ, ശബരിമലയിൽ പോകാൻ വേണ്ടി കാണിച്ചു. അത് രണ്ടെണ്ണം അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇല്ല, അത് 2 ദിവസം ഞാൻ ജോലി. അപ്പോൾ തുണിയെല്ലാം സോപ്പിട്ട് കഴിഞ്ഞ് ഇനി കഴിവൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പാറുവിൻ്റെ തുണിയാണ് കഴുകണത്. ഒന്ന് നോക്കൂ. വല്ല ഒഴുകി പോണോ നോക്കണേ. അങ്ങനെ അലക്ക് കഴിഞ്ഞു. അമ്മ വാമ്മ. അപ്പം സുഹൃത്തുക്കളെ, തുണിയെല്ലാം കഴുകി തീർന്നിരിക്കുകയാണ്, അലക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ കഴുകിട്ടിരുന്നെങ്കിൽ എല്ലാം ഉണങ്ങിയായിരുന്നു. ഇനി ചോറ് കഴിക്കണം. എനിക്ക് ചോറ് വിശക്കണം. എന്ത് പറ, ചോറ് വരുമോ? ഇനി ചോറ് കഴിക്കാം. ചോറ് കഴിച്ചിട്ട് പിന്നെന്തിനാണ് ഇനി വെള്ളം കോരണ്ടേ? ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയിട്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നൈറ്റ് വർക്കുണ്ട്. നൈറ്റ് വർക്ക് എത്ര മണിക്കാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 9 മണിക്ക് ശേഷം ആയിരിക്കും. ഇപ്പോഴത്തേക്ക് എല്ലാം ഒതുക്കണം. നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യണം. കുറേ പണിയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം രാത്രി 8 മണിയായി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നൈറ്റ് വർക്കുണ്ട്. ഞാൻ വർക്കിന് ഇറങ്ങുവാണ്. ഓക്കെ, ഇപ്പോൾ സുലൈൻ്റെ ഇതിലൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം കുറച്ച് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു. ഞാൻ എറണാകുളത്ത് വെച്ച് കഴിച്ച അൽഫാം എന്തുകൊണ്ട് സുലയ്ക്ക് പാഴ്സലാക്കി കൊടുത്തില്ല എന്നുള്ളൊരു കമൻറ്റ് ഞാൻ ഇപ്പം ഇറക്കുന്നതിന് മുമ്പാണ് കണ്ടത്. അതൊക്കെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിവിടെ നാട്ടിൽ വീട്ടിൽ കൂടെ ഉള്ളപ്പോഴാണെങ്കിൽ ഓക്കെ. ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിൽ എൻ്റെ തൊഴിലിന് എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡ് മണിക്കൂറുകളോളം ഞാൻ അവിടെ ഇരുന്ന് ദിവസങ്ങളോളം ഇരുന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് പാഴ്സലുമായിട്ട് വരണമെന്നാണ് നിങ്ങൾ പറയണത്. അത് എനിക്ക് എന്താണെന്നുള്ള അറിഞ്ഞൂടാ. നമ്മൾ നാട്ടിൽ വീട്ടിലുള്ളപ്പോൾ നമ്മൾ പലപ്പോഴും പലതവണയായിട്ട് പോയി കഴിക്കാറുണ്ട്. പുള്ളിക്കാരിക്ക് അത് വീഡിയോയിൽ കാണിക്കാൻ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഒരാൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എനിക്ക് നിർബന്ധിച്ച് നീ കഴിക്കുന്നത് കാണിക്ക് എന്നുള്ളതല്ല. ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. അത് തന്നെ ഇത്രയ്ക്ക് വരെ ദേഷ്യം വരുന്നത്. എൻ്റെ ചാനലിൻ്റെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഫുഡ്, ട്രാവൽ, ഡെയിലി വ്ളോഗ്, ഫെസ്റ്റിവൽ, ഇതൊക്കെയാണ് എൻ്റെ കണ്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കാണിക്കുന്നത്. ഇപ്പോൾ ലോകത്ത് ഞാൻ മാത്രമല്ല ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ പറയുന്നത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നത് ഞാൻ മാത്രമല്ല, പല ആളുകളും ഞാനാണ് ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുകയുണ്ടായി, കമൻറ്റിൽ കൂടെയൊക്കെ കാണുകയൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതൊക്കെ കാണിച്ചേ പറ്റുമോ? നിങ്ങൾ മറ്റുള്ള വീഡിയോസൊന്നും കണ്ടിട്ടില്ല,
നിങ്ങൾ വേറെ ഒരു വ്ളോഗ് വീഡിയോസും കണ്ടിട്ടില്ല, ഒരു ട്രാവൽ വീഡിയോസും ഒരു ഫുഡ് വ്ളോഗ്സും ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല, ഒന്നും പറയില്ല. അപ്പോൾ ശരിയെന്നാ. അപ്പോൾ ഞാൻ വർക്കിന് പോയിട്ട് ഇനി എപ്പോൾ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് കാണാം. അല്ലെങ്കിൽ വേണ്ട, വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. കാര്യമെന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ നേരം വെളുക്കാം. എവിടെ പറവിടെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ഇന്നത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടാണല്ലോ, വീട്ടു ജോലിയും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. എൻ്റെ ഒരു പാഷന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നതും വീഡിയോസ് ഇടുന്നത് ഇപ്പോഴും. ഓക്കെ, അത്രയും മനസ്സിന് അത്രയും വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. നാളത്തെ വിശേഷങ്ങൾ നാളെ വരാം. അതുവരെ ടാറ്റ, ബൈ.